കർത്തൃനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യും. ഇന്ന് പോൽക്കാലം എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൂത് തന്നെയാണ്. ഒരളവിൽ ഇങ്ങനെ സാധാരണ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വ്യത്യസ്തതകൾ വരുത്തുന്നത് ഈ കാലത്ത് വളരെ ആവശ്യമാണ്. ഓൺലൈനുണ്ട്, അല്ലാത്ത ലൈനുണ്ട്. അപ്പോൾ ഈ ലൈനിലൊക്കെ വരുന്നപ്പോൾ വിചാരിക്കുക ഒരു പ്രസംഗമേ ഉള്ളതെന്ന്. അതുകൊണ്ടല്ല, ഈ കാലഘട്ടത്തിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്, നമ്മുടെ പെന്തിക്കോസ് പ്രസ്ഥാനങ്ങൾക്ക് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു ചിന്ത കുറച്ച് ദിവസമായി എന്നെ ഭരിക്കുന്നത് കൊണ്ട് ആ ചിന്ത ഞാൻ പങ്കിടുക. ഇത് ഞാൻ അടുത്ത ദിവസം എബനേസർ, ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പ്രസംഗിക്കുമ്പോൾ തിയോളജിക്കൽ സെമിനാരി ഡോക്ടർ സി തോമസ് സാറിൻ്റെ അവിടെ പ്രസംഗിക്കുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ രാത്രിയിലത്തെ മെസ്സേജ് അതുപോലെ ഇവിടെ പറയാൻ പറ്റില്ല. കേട്ട ശേഷം ഓൺലൈനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു മർത്തോമക്കാരൻ, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അപ്പോഴേ എനിക്ക് മനസ്സിലായത് നമ്മൾ പെന്തിക്കോസുകാർ മാത്രമല്ല, അനേകരെ ഓൺലൈനിൽ ഇത് ശ്രദ്ധിക്കുന്നു. വളരെ താല്പര്യപൂർവ്വം ഈ കാര്യങ്ങളെക്കുറിച്ച് ചില പെന്തിക്കോസ് മനോഭാവ ചിന്താഗതിയുള്ള ഒരാൾ അവിടെ എൻ്റെ നമ്പരൊന്നും അറിയാഞ്ഞതുകൊണ്ട് അവിടെ വിളിച്ചിട്ട് ഞാനുമായി ബന്ധപ്പെടാനിടയായി. നമ്മൾ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ വളരെ ആവശ്യമെന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഈ ദൂത് നിങ്ങളോടൊപ്പം പങ്കിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ഉം 25-ഉം വാക്യം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം യോവേൽ പ്രവാചകന്റെ പുസ്തകം. അനവധി പ്രാവശ്യങ്ങൾ ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്. ഞാൻ റിവൈവലിൽ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ അപ്പൻ 74 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പേരിടുമ്പോൾ, 74 വർഷം മുമ്പ് ഫിന്നി എന്നൊരു പേരിൽ ഇങ്ങനെ കേൾക്കുന്ന ഒരു കാലഘട്ടമല്ല അത് ഉള്ളത്. പാസ്റ്റർ PF അപ്പച്ചൻ്റെ മകൻ ഫിന്നി, എന്നേക്കാൾ വളരെ മൂത്ത അച്ചായൻ ആ പേരുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആയിരുന്നതുകൊണ്ട് അദ്ദേഹം മുളയമാമയ്ക്ക് ഞാൻ കണ്ടു, കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ പ്രത്യേകം ഒന്ന് ചിരിച്ചപ്പോൾ എനിക്ക് സ്മൈലിംഗ് ഫേസ് കണ്ടപ്പോൾ ആ കാര്യം വിട്ടുപോയി. ഗോഡ് ബ്ലെസ് യു. ഞാൻ ഈ പേരിന് അർഹനാകാൻ കാര്യം, എൻ്റെ അപ്പന് പേരിട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല, എൻ്റെ പിതാവിന് മനസ്സിലായിരുന്നില്ല. ഫിന്നിയുടെ പേര് ചാൾസ് എന്നായിരുന്നു. ചാൾസ് ജി ഫിന്നി എന്നായിരുന്നു അങ്ങേരുടെ പേര്. എന്നാൽ ഈ ഫിന്നി എന്നുള്ളതൊരു ഫാമിലി നെയിമാണ്. ഞാൻ കോളേജിൽ അമേരിക്കയിൽ പഠിക്കുമ്പോൾ ഒരു ഗെയിൽ ഫിന്നി എന്ന് പറഞ്ഞൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. അവള് എന്നോട് ചോദിച്ചു, നീ ഏത് ഫിന്നി ഫാമിലിയിലേക്കാണ്? ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പൻ ജേക്കബാണ്. എൻ്റെ ഫാമിലിയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് നിനക്ക് പറയാൻ പോലും ഒക്കാത്ത രീതിയിലുള്ള ഒരു പേരാണ് എൻ്റെ ഫാമിലിയുടെ പേര്. അതുകൊണ്ട് നീ അത് തിരക്കണ്ടാണ്. ഫാമിലി നെയിമായി വന്ന ഫിന്നി എനിക്ക് ഇപ്പം അനേകം ഫസ്റ്റ് നെയിം ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് നെയിമാണ് അമേരിക്കയിൽ എവിടെ ചെന്നാലും ഫിന്നി എന്ന് കേട്ടാൽ. എൻ്റെ മക്കളെല്ലാവരും കൂടെ ഇപ്പോൾ തീരുമാനിച്ചവർ ആൺപിള്ളേർ കല്യാണം കഴിച്ചപ്പോൾ അവരും എന്തോ ചെയ്തെന്ന് ചോദിച്ചാൽ അവരുടെ ഭാര്യമാർക്ക് ഫിന്നി എന്ന് ലാസ്റ്റ് നെയിം കൊടുത്ത് ഇപ്പോൾ അവർ ഫിന്നി ഫാമിലി എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്നും ഒരു അർത്ഥവുമില്ല, അത് ശൂന്യമായ കാര്യമാണ്. എന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, എനിക്ക് കിട്ടിയ ഈ പേര് എൻ്റെ പിതാവിനും മനസ്സിലായിരുന്നില്ല. ചാൾസ് ജി ഫിന്നിയുടെ ഫിന്നി എന്ന ലാസ്റ്റ് നെയിം എനിക്ക് കിട്ടിയത്. ഫിന്നി തിയോളജി, അത് അമേരിക്കയിൽ അങ്ങനെ ബഹുമാനമുള്ള വിളി. ലാസ്റ്റ് നെയിമാണ് ആളുകളെ വിളിക്കുന്നത്. ലാസ്റ്റ് നെയിം വിളിക്കുന്നതാണ് അവർക്ക് ബഹുമാനം. ഫസ്റ്റ് നെയിം അല്ല. ഫസ്റ്റ് നെയിം വിളിക്കുന്നതിന് അത്രയും ബഹുമാനമില്ല. അതുകൊണ്ട് അങ്ങനെ കിട്ടിയൊരു പേരായിരുന്നു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ചെറുപ്പം മുതൽ എൻ്റെ പിതാവ് ഒരു ഉണർവ് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് പ്രാർത്ഥിക്കുന്നവൻ, ഭൂതങ്ങളെ ചങ്ങലയിലും തുണി ഉടുക്കുന്നവരും തുണി ഉടുക്കാത്തവരുമായ ആളുകൾ, ഭ്രാന്തന്മാരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു സ്ഥലം. എൻ്റെ ഡാഡി അങ്ങനെ ശക്തമായ ഒരു ഉണർവ് പ്രാസംഗികമായിരിക്കും ഇതൊക്കെ ചെയ്യുമായിരുന്നു. ആ കാലത്ത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് നിന്റെ പേരിനോളം വളർന്നു വരാനാണ്. ചാൾസ് ജി ഫിന്നി ലോകത്ത് അറിയപ്പെട്ടിരുന്ന ഉണർവ് പ്രാസംഗികന, നീ അങ്ങനെ ആകണമെന്ന്. അതുകൊണ്ട് ചെറുപ്പം മുതൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ആരോ പറഞ്ഞതുപോലെ ആവേശം ഉണ്ടായിരുന്നു, ചാൾസ് ജി ഫിന്നിയുടെ ഉണ്ടാകുമെന്ന്. പക്ഷെ എനിക്കിതുവരെ അത് സാധിച്ചില്ല. എന്നിരുന്നാൽ തന്നെയും എൻ്റെ ആവേശത്തിനൊത്ത് കർത്താവിനെ ഒരളവ് വരെ ലോകവ്യാപകമായ അനേക രാജ്യങ്ങളിൽ ഉണർവിന് കാരണമാകാൻ ഇടയാക്കിയ ഒരു മനുഷ്യനായിട്ടുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ അതിനുവേണ്ടി ആവേശത്തോടെ നമ്മൾ സമീപിക്കണം. ഹലോ,
ആരെങ്കിലും എൻ്റെ പിന്നാലെ ചെല്ലാൻ ആഗ്രഹിക്കുന്ന ക്രൂശെടുക്കുന്നതേ നമ്മൾ പറയത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തിലൊരു ആഗ്രഹം വേണം. ഐ വാണ്ട് ടു ബി വാട്ട് ഗോഡ് വാണ്ട്സ് ടു മീ ടു ബി. ഞാൻ ആരാകണം ദൈവം ആഗ്രഹിക്കുന്നോ അവിടെ ചെല്ലാൻ. ഏതായാലും അതുകൊണ്ട് ഞാൻ ധാരാളം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകവും മറ്റും ധാരാളം പ്രസംഗിക്കും, അല്ലാത്തതും പ്രസംഗിക്കും. എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും ഈ ദൂതർ നിങ്ങളോട് സംസാരിക്കാൻ എൻ്റെ ഹൃദയത്തിലേക്ക് പ്രകാശിക്കുന്നു. അത് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് കിട്ടിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചോളാം. നമുക്ക് വായിക്കാം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 24-ഉം 25-ഉം വാക്യം. ആരെങ്കിലും വായിച്ച് സഹായിച്ചാൽ. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. തുടർന്ന് എൻ്റെ സ്നേഹിതനും ഒരു ആത്മസഹോദരനുമായ ബ്രദർ അവിടെ നിന്ന് വായിച്ച് സഹായിച്ചതിന് പകരം മൈക്രോഫോണൊക്കെ കിട്ടിയത്. ഇപ്പോൾ വായിക്കേണ്ട അടുത്ത വാക്യം ഇസേക്കിയേൽ പ്രവാചകന്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം നമുക്ക് പരിചയമുള്ള 37-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. ഇസേക്കിയേൽ പുതിയ മതി, വെപ്രാളമൊന്നും പിടിക്കേണ്ട. ഇസേക്കിയേൽ 37, 12, 13 and 14 വായിച്ചു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, നീ പ്രവചിച്ച്, ഈ പദത്തെ കുറിച്ചൊക്കെ ഞാനിപ്പോൾ പ്രസംഗിക്കാനൊക്കത്തില്ലല്ലോ. നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമോ പ്രവചിക്കുക എന്നുള്ളത്. അത് സാരമില്ല, പറഞ്ഞു വായിച്ചു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ദൂതം പഴയ പ്രതാപം വീണ്ടെടുക്കുക, പഴയ മഹത്വം വീണ്ടെടുക്കുക. Regain the former glory. ഒരു കാലത്ത് സമ്പൽ സമർത്ഥമായിരുന്ന അക്കാലത്തെ കൃഷിയുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ യോവേൽ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ പച്ചപ്പുഴവും തുള്ളനും വെട്ടിലും പിന്നെ ലോകാസ്റ്റ്, എൻ്റെ മലയാളം ലോകാസ്റ്റ്, വെട്ടിക്കിളിയും തിന്ന് നശിപ്പിച്ച ഒരു സമയം. അതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം പാപമായിരുന്നു. ജനം ദൈവത്തെ വിട്ട്, ദൈവ വഴി വിട്ട്, ദൈവത്തോടുള്ളതായ അവരുടെ താല്പര്യം വിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് പോയപ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവരുടെ മധ്യത്തിൽ ഇടുവാൻ തുടങ്ങി. അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ വീഞ്ഞ് അവരുടെ വായിക്ക് അറ്റുപോയി. പുതുവീഞ്ഞ് പഴയ പാരമ്പര്യം കൊണ്ട് മാത്രമുള്ള പ്രാർത്ഥനയായി, ആരാധനയായി, സ്തുതിയായി, സ്തോത്രമായി അത് കെട്ട് അത് കുറേശ്ശെ ഇല്ലാതെയായി. നിങ്ങളുടെ 2 പേരുടെയും ദൂതിനോട് എനിക്ക് ഒത്തിരി സന്തോഷം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന പോലെ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒന്നുമില്ല. ആ നദിയെ കുറിച്ച് കേട്ടതിലും എനിക്ക് ഒത്തിരി സന്തോഷം. ഈ കാലഘട്ടത്തിൽ നമ്മൾ അപ്രകാരമുള്ള ഒരു ആത്മമണ്ഡലത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ഇനിയും നമുക്ക് പ്രയോജനമുള്ളൂ. കേവലം കുറെ വാക്കുകൾ, കുറെ അറിവ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് കാര്യമില്ല. We have to live in the spirit of God. Amen. അതിരിക്കട്ടെ. അപ്പോ ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. അവരോട് പറഞ്ഞ മൂപ്പന്മാരെ, എൽഡേഴ്സിനോടൊക്കെ പറഞ്ഞ് നിങ്ങൾ വന്ന് ഓർച്ചനും ഓൾട്ടറിനും മധ്യേ വിലപിച്ചു കരയും. ഒരു റിവൈവലിന്റെ ആവശ്യമുണ്ട്. What is regaining the glory? What is glory in its sense? Definition for glory എന്നുള്ളത് നമ്മൾ നോക്കിയാൽ, glory is praise, honor, distinguishing by
ഓരോന്നിനെ വേർതിരിച്ച് കാണിക്കത്തക്കവണ്ണം മഹത്വം ഉയർത്തി പറയുവാൻ, സ്തുതി ഉയർത്തി പറയുവാൻ. ഗ്ലോറി എന്ന പദം കൊണ്ട് പ്രകാശ ബന്ധമുള്ള ഒരു അർത്ഥം കൂടെയുണ്ട്. ഫോർമർ ഗ്ലോറി മീൻസ് സംതിങ് ദാറ്റ് ബിലോങ്, എന്തോ ഒരിക്കൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ കൈവശമില്ലാത്തത്. അതുകൊണ്ട് വേറൊരു അർത്ഥമുണ്ട്, അത് പണ്ട് കാലത്ത് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ആ സംഭവം ഇല്ലാതെയായി തീർന്നു. ഇന്ന് പോൽക്കാലം ഞാൻ നിങ്ങളോട് പറയുക, പെന്തിക്കോസ്തിന്റെ ആദ്യ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ ഒന്നിച്ചുകൂടി ആരാധിച്ച ആരാധനയുടെ 74 വയസ്സ് പ്രായമുള്ള എനിക്ക്, മൂന്നാം തലമുറ പെന്തിക്കോസ്തുകാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട സാറപ്പച്ചൻ ഞാൻ ബാലനായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നടത്തിയ ആരാധനകളിൽ സംബന്ധിച്ചിട്ടുള്ള കാലഘട്ടങ്ങളിൽ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതും ആ വീടുകളിലൊക്കെ സംഭവിച്ച സംഭവങ്ങളൊക്കെ, ഞങ്ങളുടെ കുടുംബത്ത് ആ പ്രാർത്ഥനയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമുള്ളവരല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അനുഭവമുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസത്തെ ഞാൻ എതിർക്കത്തില്ല. ദൈവം എനിക്കും വിദ്യാഭ്യാസം അല്പമായി തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് വേണ്ടത് ദൈവത്തെ അറിയുന്ന ഒരു കൂട്ടം ജനമാണ്. നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ മഹത്വം. നമുക്കറിയാം, ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 4-ാം അധ്യായം 22-ാം വാക്യമായിരിക്കും. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. എവിടെ മഹത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ പ്രധാന ഘടകം പാപമാണ്. പാപത്തിലിരിക്കുമ്പോഴും കൈകൊട്ടാം, പാപത്തിലിരിക്കുമ്പോഴും അഭിനയിക്കുന്ന വാക്കുകൾ നമുക്ക് പറയാം. എന്നാൽ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട്. ഒന്ന് നശിപ്പിച്ചത്, രണ്ടാമത്തേത് നശിപ്പിച്ചത്, വെട്ടിക്കിളി മൊത്തമായി ഇറങ്ങി വന്ന് നശിപ്പിച്ച ജീവിതാനുഭവങ്ങൾ, പെന്തിക്കോസ്തിൽ നിന്ന് നഷ്ടപ്പെട്ട പെന്തിക്കോസ്തിന്റെ യഥാർത്ഥ ശക്തി യേശുവിന്റെ നാമത്തിൽ 50-ാം ദിവസം എന്ന് മാത്രം അർത്ഥം വരുന്ന അതിന് നമുക്കുള്ള പ്രത്യേകത, 50-ാമത്തെ ദിവസത്തിൽ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ഇവിടെ കേട്ടതുപോലെ ഒരിക്കലും മേൽ വന്നതാ, ഒരിക്കൽ ചുറ്റുപാടും ഉണ്ടായിരുന്നതാ, ഒരിക്കൽ ആവശ്യമായ പ്രചോദനമായി കണ്ടെത്തിയതാ. ഇത് നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ശബ്ദിക്കാൻ നേരം ഓക്കാനം വരുന്ന പോലെ, വല്ലവന് വേണ്ടി ഓക്കാനിച്ചാൽ ഓക്കാനമാവോ? കൈകൊട്ടെ കുട്ടുക, അന്യഭാഷ പറയുക, അങ്ങനത്തെ പറച്ചിലല്ല. നമ്മുടെ അന്തരങ്ങളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിൽ നമ്മൾ കണ്ടെത്തിയതായ ഒരു യാഥാർത്ഥ്യമുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിൽ തൃത്വത്തിൽ മൂന്നാമനായ ഒരു വ്യക്തി, ഒരു വികാരമല്ല, ഒരു ഐഡിയ അല്ല, ഒരാശയമല്ല. അവനെ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ നിന്നിൽ വസിക്കുന്നു എങ്കിൽ അതേ ആത്മാവിനെ കൊണ്ട് ക്രിസ്തുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. We need to regain the power of glory. യേശുവിന്റെ നാമത്തിൽ ഇന്ന് നമുക്ക് ലക്ഷണിക്കാൻ സാധിച്ചേക്കാം. ഭൂതം വരുമ്പോൾ, അന്യായ ബന്ധനങ്ങൾ എഴുന്നേൽക്കുമ്പോൾ, ശാരീരിക കെട്ടുകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, നുണക്കെട്ടതുപോലെ ശത്രുത്വങ്ങൾ, വെല്ലുവിളികൾ വരുമ്പോൾ വീടുകളാകുവാനല്ല, നമുക്ക് തിരിച്ചു പിടിക്കണം. ഒരിക്കൽ നമ്മുടെ ഇടയിൽ നമ്മുടെ പിതാക്കന്മാരിൽ കണ്ടതായ ആ അനുഭവം. How can you regain the glory? എങ്ങനെ ഇതിനെ തിരിച്ചു കൊണ്ടുവരാം? Number 1, we have to confess our sins. എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ. പാപം ഏറ്റുപറയാതെ. ഞാനിപ്പോ ചെറുക്കനായിരുന്നപ്പോ കൂടുതൽ തല്ലുപിടിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്റെ അപ്പന് ഇഷ്ടമല്ല പിള്ളേരായിരുന്നു അന്യഭാഷ പറയും, കേട്ട് പറയും. നമ്മൾ പിള്ളേരായിരുന്നപ്പോൾ അങ്ങനെ സ്വഭാവമാണ്. എനിക്ക് ഞങ്ങളുടെ സഭയിലെ എല്ലാവരും അന്യഭാഷ ഏതാണ്ട് സാമീപ്യമാണ്. ആരും ഇല്ലാത്തവരും ഒക്കെ നോക്കി ഞങ്ങളിങ്ങനെ കൂടുമ്പോൾ അവരെ കളിയാക്കി ഞാൻ എന്തോ പറയും, അന്യഭാഷ പറയും. അപ്പോൾ പപ്പ വരുന്നുണ്ട്, എൻ്റെ സ്ത്രീ അല്ലെ എൻ്റെ സ്വന്തം സഹോദരിയോ അല്ലെ അമ്മ പറയും, ഇവനെ ഇങ്ങനെ അന്യഭാഷ കളിയാക്കി പിടിച്ച് നല്ല ഭാഷ എന്നിട്ട് പറയും, അത് മാത്രം വേണ്ട, ബാക്കിയൊക്കെ എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലായി. ഫേക്ക് ചെയ്യുന്ന അന്യഭാഷയുണ്ട്, ഫേക്ക് ചെയ്യുന്ന അന്യഭാഷക്കാരുമാണ്. എന്നാൽ ഇന്ന് രാത്രി, ഇന്ന് പോൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിനൊരു കാര്യം, ഈ സമൂഹത്തോടെ വളരെ ഐശ്വര്യമായി കൂടിയിരിക്കുന്ന ബാൽക്കണിയിലും താഴെയിലുമായി വെള്ളവസ്ത്രം ധരിച്ചവരും അല്ലാത്തവരും, വെള്ള കസേരകളിൽ ഇരിക്കുന്നവർ, കറുത്ത ബൈബിൾ
കൂടെ വന്നത് കേവലം ഇലക്ട്രിസിറ്റി പോലൊരു പവറല്ല വന്നത്, ഒരു വ്യക്തിയുടെ ശക്തി അവിടെ വന്നത്. ആ വ്യക്തിയുടെ ഭാഷയാണ് നമ്മൾ കേട്ടത്, ആ വ്യക്തിയുടെ ഭാഷയാണ് നാം സംസാരിച്ചത്. യേശുവിന്റെ നാമത്തിൽ അന്യഭാഷയോടുകൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കേട്ടു പറഞ്ഞതെല്ലാം വിട്ടുകളയണം. കേട്ടു പറയുന്നത് വല്ലതും ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ നദി നമ്മളിൽ നിന്ന് തന്നെ പുറപ്പെടണം. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടണം. ഉള്ളിലിരിക്കുന്ന വ്യക്തി സംസാരിക്കണം. ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നൊരു മണ്ഡലം വന്നാൽ ആ മഹത്വം തിരിച്ചു വരാൻ തുടങ്ങും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നവരെ ശ്രദ്ധിച്ച മോളെ, നീ ഇവിടെ ശ്രദ്ധിച്ച കുഞ്ഞുങ്ങൾ, കുഞ്ഞോട് ശ്രദ്ധിച്ചിട്ട് നീ നമ്മളിനി ജീവിക്കുന്നതാ. നമ്മളെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത യേശുവിന്റെ നാമത്തിൽ, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താലാണ്. എത്ര പേർക്ക് ആ വിശ്വാസം മനസ്സിലായി? ഇനി ജീവിക്കുന്നത് ഭൗമിക അറിവ് കൊണ്ടല്ല, ഇവിടെ തിന്നുന്ന ശാപ്പാടിന്റെ കെപ്പ് കൊണ്ടല്ല, എടുക്കുന്ന മരുന്നിന്റെ ഗുണം കൊണ്ടല്ല. ഇനി ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസം എന്താണ്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. കാര്യം ഈ ആത്മാവ് മരിച്ചതിനെ വരെ ജീവിപ്പിക്കുന്ന അവരുടെ ആത്മാവാണ്. ശക്തിയെ കഴിച്ചാൽ അത് നല്ലതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈയുടെ ഈ വൈബ്രേഷൻ നല്ലവണ്ണം രൂപപ്പെടുത്തുന്ന ഒരു സാധനം പോലെ മനോഭാവം നല്ലതാണെങ്കിൽ നാമത്തിൽ നല്ലൊരു മനസ്സിനുണ്ട്. ഇതിനെ കണ്ടാൽ ഇവര് വളർന്നവരുള്ളവരാ. കാര്യം നമ്മൾ ഈ സാധാരണക്കാരനല്ല, ആ വ്യക്തി എന്നാൽ ഒരു കാര്യം, ചില ആളുകൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് സംശയം തോന്നത്തക്കോണം ഒരിക്കലും റിപ്പറ്റീഷൻ ആകരുത്. കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവ് നിങ്ങളെ കൊണ്ട് പറയിക്കുന്ന ആ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കുന്നത് നിർത്തരുത്. ഞാൻ അന്യഭാഷയിൽ വളരെ സംസാരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും എൻ്റെ വണ്ടി ഓടിക്കുന്ന പ്ലസിനോട് ചോദിച്ചാലും പറയും, പ്ലസ് പറയും, നിങ്ങളോട് സത്യം പറയുമെങ്കിൽ ഞാൻ അന്യഭാഷ പാടി, അന്യഭാഷയിൽ പാട്ട് പാടി, അന്യഭാഷയിൽ സംസാരിച്ച എൻ്റെ ഹൃദയം ആ സാന്നിധ്യം കൊണ്ടാണ് നിറച്ചേക്കുന്നത്. ദൈവദാസന്മാരെ, സാന്നിധ്യം നിരന്തരമുണ്ടെങ്കിൽ നമുക്കൊരു പ്രസംഗത്തെക്കാൾ വലുതായി നമ്മുടെ വാക്കുകളിൽ ആളുകൾ രൂപാന്തരപ്പെടാനുണ്ടാകും. കാലം എന്നെ കേൾക്കുന്ന വിശ്വാസി സമൂഹത്തോടും ദൈവദാസന്മാരോടും പറയാനുണ്ട്, പാപം ഒഴിഞ്ഞ ഒരു ജീവിതത്തിൽ മാത്രമേ ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ളൂ. How can you regain the glory? You regain the glory by removing sin from your heart. Remove your sin from your mind, from your heart. നിന്റെ ഹൃദയത്തിൽ നിന്ന് തിന്മ തള്ളിക്കളഞ്ഞ് സാത്താനെ വെളിയിൽ നിർത്തി, പാപത്തെ വെളിയിൽ നിർത്തി, പാപവാക്കുകളെ വെളിയിൽ നിർത്തി, പാപം ഒരു ഈ വ്യക്തിക്ക് പോലും ഒരു ദുഷ്കാര്യം പോലും നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെക്കാതെ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഞാൻ, പ്രവചിക്കുന്ന ഞാൻ നിരന്തരം ഈവിളായതാണ് എൻ്റെ സെൽഫോണിൽ, എൻ്റെ മൊബൈൽ ഫോണിൽ കാണുന്നെങ്കിൽ എൻ്റെ ആത്മാവിനെ സൂക്ഷിച്ചോണം. ഇതൊക്കെ ആമേൻ പറയാൻ ആൾ പറയുന്നില്ല. മറ്റേ ഉണർവ് എൻ്റെ എനിക്ക് പറഞ്ഞാലുണ്ട്, ഒരു കുഴപ്പവും പറയാതിരിക്കാൻ പറഞ്ഞോളൂ. ഇനിയുള്ള കാലങ്ങളിൽ ഈ ആവശ്യമില്ലാതെ വളരെ പ്രോൺ വളരെ കൂടിയിരിക്കുക. നഗ്ന ചിത്രങ്ങളിലേക്ക് സ്ത്രീ പുരുഷന്മാര് സ്ത്രീ പുരുഷന്മാർ ആകർഷിക്കപ്പെട്ടിരിക്കുക. ഞാൻ നല്ല കൊച്ചനായിട്ട് നടക്കുന്നെന്ന് ഒരാൾ പറയുമ്പോൾ അവർക്ക് എന്നെ അറിയില്ലായിരിക്കാം. എന്നെ അറിയുന്ന ഒരുവനുണ്ട്, എന്നെ വസിക്കുന്ന ആത്മാവ്, എന്നെ അറിയുന്ന ഒരാളുണ്ട്. ഉള്ളാവായ ദൈവം, പുത്രനായ ദൈവം അന്തരീന്ദ്രങ്ങളെ അറിയുന്നുണ്ട്. ദൈവദാസന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക, സർവ്വകൾ തെളിയിക്കുന്നു. ദൈവം സമൂഹമേ, വിശ്വാസി സമൂഹമേ, സർവ്വകൾ തെളിയിക്കുന്നു. കേരളത്തിലെ സ്ത്രീകൾ പോലും സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽപ്പെടാത്ത കാര്യമാണ്. നല്ല ചിത്രങ്ങൾ കാണുന്നത് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ളതായി.
ഓൺ സെൽഫോൺ ഓർ TV വാച്ച് ചെയ്യുന്നതിന് ഒരു സർവേ ഇയാൾ കളിക്കുന്ന വായിച്ചു. എന്താ നമ്മൾ വരുമ്പോൾ കൈകൊട്ടിച്ചല്ലേ പോകുന്നുള്ളൂ വരുന്നത്? എന്താ നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ശക്തി കൊണ്ട് പ്രാർത്ഥിക്കാത്തത്? എന്താ ഒരു വാക്യം പറയുമ്പോൾ വാക്യം പറയാത്തത്? ഇവിടെയുള്ള ദൈവമക്കൾ, നിങ്ങൾ വാക്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് ഒത്തിരി സന്തോഷമാണ്. ഐ കൺഗ്രാറ്റുലേറ്റ് യു. അതിന്റെ കാര്യം എന്നെ എൻ്റെ സ്വഭാവത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന തെറ്റുകൾ പിന്തിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിലുണ്ടായേ പറ്റുകയുള്ളൂ. ദൈവവചനമുള്ള ഹൃദയം കണ്ടാൽ അറിയാം, ആ ഹൃദയത്തിൽ ദൈവമഹത്വം കാണും. അകത്തിരിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കും. നിന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് പറയും. നീ എന്താ പറയുന്നത്? അത് വചനമാണോ? വചനമല്ലാത്തതാണോ നാം പറയുന്നത്? ഞങ്ങൾ പറയുന്ന പ്രസംഗിക്കുന്ന വിശ്വാസവചനം, the word that we preach, ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം അത് ഞങ്ങളുടെ ഹൃദയത്തിലും സ്തോത്രം ഞങ്ങളുടെ വായിലും ഇരിക്കുന്നു. എവിടെ കയറിപ്പോട്ടെ നല്ല സ്തോത്രം പറഞ്ഞേ. ഉണർവിന് വേണ്ടി പ്രസംഗിക്കുകയല്ല, ഉണർവ് നടക്കും. ഇന്ന് വായിലിരിക്കുന്ന ചില വാക്കുകൾ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, ദൈവവചനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതൊരു വിശ്വാസവചനമായി പരിണമിച്ചാൽ അപ്പൊ സാത്താനെ മഹത്വം നോക്കി പറയാം പുറത്തു വരാനാ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ രോഗികളുടെ മേൽ കൈവച്ചാൽ ധൈര്യത്തോടെ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞ് നിൽക്കുകയില്ല. യേശുവിന്റെ നാമത്തിൽ എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പിശാചേ, രോഗമേ പുറത്തു വാ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ ഹൃദയവും എന്റെ വായും ശുദ്ധിയുള്ളതായിരിക്കണം. വിശുദ്ധിയുടെ തോത് നഷ്ടപ്പെട്ട ലോകത്തിൽ, വിശുദ്ധിയെ കുറിച്ച് പറയാൻ ആളില്ലാത്ത ലോകത്തിൽ എന്നെ പോലെയുള്ള മണ്ടന്മാർ വിശുദ്ധിയും വേർപാടും പ്രസംഗിച്ച ദൈവത്തിന്റെ ശക്തിയെ മടക്കി വരുത്താൻ കഴിഞ്ഞാൽ ജയിച്ച ഒരു സമൂഹമാണ്. ഇന്നോടെ അളവിൽ നിന്ന് അധികമായി നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ മൈൻഡിലേക്ക്, നമ്മുടെ ആത്മാവിൽ നിന്ന് പുറപ്പെടും. എന്ത് ചെയ്യണം? വചനം കാണണം, വചനം പറയണം. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വാസത്തെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു കേട്ടല്ലോ. മറന്നു പോകരുത്. ആരെങ്കിലും സംശയിക്കാതെ, തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ, മലയോട് physical mountain, maybe imaginary mountain, maybe an emotional mountain, എന്താ mountain ആകട്ടെ, അതിനോട് വിശ്വസിക്കുന്നവൻ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവൻ, ആരെങ്കിലും ആ പർവ്വതത്തോട് സംശയിക്കാതെ, whosoever without doubt, സംശയിക്കാതെ മലയോട് പോകാൻ പറഞ്ഞാൽ അത് പോകും. വിശ്വാസമുള്ളവർ മാത്രമേ സ്വന്തം പറയണം. എനിക്ക് വേണ്ടി സ്വന്തം പറയരുത്. നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഭാരം, നിങ്ങൾ കൊണ്ടു നടക്കുന്ന മൗണ്ടൻ അസാധ്യമെന്ന് പറഞ്ഞ് ഇന്നും വേദനിക്കുന്ന, ഇരിക്കുമ്പോഴും ആ വിഷയത്തിന് സംശയിക്കാതെ, എഴുതപ്പെട്ട വചനം സംശയിക്കാതെ, യേശു പറഞ്ഞ വാക്ക് സംശയിക്കാതെ, പാപരഹിതമായ, പാപം ഏറ്റുപറഞ്ഞ, പാപം ഉപേക്ഷിച്ച ഒരു വ്യക്തി മഹത്വത്തിലേക്ക്, സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല, മഹത്വത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത്. എങ്ങനെ സംഭവിക്കും? പാപം നമ്മുടെ വഴിയിൽ നിന്ന് വിട്ടുകളയും. വഞ്ചന, ചതിവ്, ഹലോ, ദ്വന്ദ്വപക്ഷം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വായിൽ വരുന്ന ദൂഷണം, ദുർഭാഷണം. I believe God is going to bring glory to the church. നമ്മുടെ സഭയിൽ ദൈവം മഹത്വം ഇറക്കും.
നമുക്കൊരു ശുദ്ധീകരണത്തിന്റെ ദിവസമാകുന്നത്. ഈ റീജിയൻ കൺവെൻഷൻ എനിക്ക് സാധ്യത കിട്ടിയപ്പോൾ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഈ ആയുസിന്റെ ഈ ഘട്ടത്തിൽ ഞാൻ പറയേണ്ട ഒരു യാഥാർത്ഥ്യം ധൈര്യപൂർവ്വം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രസംഗം കൊണ്ട് അർത്ഥം വരുന്നില്ല. ഇപ്പൊ കേട്ടതുപോലെ എന്നിൽ ആത്മാവ് വന്നപ്പോൾ കുറ്റബോധം തന്നു എന്നുള്ളത് തന്നല്ല, കുറ്റബോധത്തിലേക്ക് ജനത്തെ നയിച്ച അവരെ മഹത്വത്തിലേക്ക് നയിക്കാനാ ഈ ആത്മാവിനെ എനിക്ക് തന്നത്. ഞാൻ എന്റെ ഭാഷയിൽ വിശ്വസിക്കുന്നു, ഞാൻ പഠനത്തിൽ വിശ്വസിക്കുന്നു, രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു. എന്റെ പിതാവ് 55-ാമത്തെ വയസ്സിൽ മരുന്നെടുക്കാതെ ഈ അത്ഭുതങ്ങളിലൂടെ നടന്ന മനുഷ്യൻ മരുന്നെടുക്കാതെ രോഗബാധിതനായി മരിച്ചു. തന്റെ ഒരിക്കൽ മരിക്കുന്ന ഒരാഴ്ച മുമ്പ് തലേന്നും ഒന്ന് പ്രാർത്ഥിപ്പിച്ചവരൊക്കെ സൗഖ്യമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഒരു സംഭാഷണങ്ങൾ പലർക്കും അറിയാവുന്ന ആളായ പിതാവ്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, അവനവന്റെ ഏതോ വലിപ്പം കൊണ്ടൊന്നുമല്ല നമ്മൾ വ്യാപരിക്കുന്ന ആ വ്യക്തിയുടെ ശക്തി കൊണ്ട് നമ്മൾ അറിയാത്തത് നമ്മൾ ചെയ്യാൻ, നമ്മൾ അറിയാത്തത് നമ്മളെ കൊണ്ടെത്തിക്കാൻ, നമ്മൾ നിരൂപിക്കാത്ത വലിയ അത്ഭുതങ്ങൾ നമ്മുടെ കൈകൊണ്ട് നടത്തുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ട കൃപാവരം, കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ട ആത്മാവിന്റെ ഭാഷയുടെ ആ അനുഭവം, കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ട ഒടുക്കാനുള്ള കൃപ, കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ട സൗമ്യതയുടെ ആത്മാവ്, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരു മടങ്ങി വരവിന്റെ ദിവസമാകട്ടെ. ഈ വാതിലെ ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്. ആ നദി ഇവിടെ വന്നിട്ടുണ്ട്, അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നദിയുണ്ട്, ഒരു നദിയുണ്ട്. അതിന്റെ നീർച്ചാലുകൾ ഓരോ നീർച്ചാലുകളായി ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കട്ടെ. ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ, ആത്മാവിന് ശരീരം വിട്ടുകൊടുത്തെങ്കിൽ, ആത്മാവിന് മൈലിനെ വിട്ടുകൊടുത്തെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞിരുന്ന ചെവി കൊടുത്തതല്ല, ആത്മാവ് ഇപ്പോൾ അത്ഭുതത്തിലാണ്. അത്ഭുതത്തിലേക്ക് ജീവികളാണ് നശിപ്പിച്ചത്. ഓരോന്നിന്റെ സ്വഭാവവും ഈ വീട്ടിലിന്റെ വെട്ടിക്കിളിയുടെയും പച്ചപ്പുഴുവിന്റെയും ഒക്കെ സ്വഭാവങ്ങൾ എന്താ ഇത് നശിപ്പിക്കുന്നത്? ഒരു ചെറിയ പ്ലാനിന്റെ ഏത് ഭാഗമായി തിന്നുന്നേ എന്നൊക്കെ വിവരിക്കാൻ പോയാൽ എന്റെ ചെവിയിൽ പറഞ്ഞ സമയത്ത് നിർത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് വേണേലും നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞവർക്ക് ഒന്നും വിഷമിക്കേണ്ട. ഞാൻ എത്ര പേരുടെ ചെവിയിൽ പറയുന്ന ഈ സമയത്ത് നിർത്താം, നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നിങ്ങൾ എന്നോട് പറയും. അത്രയുള്ള സ്ഥലം ഒരു കുഴപ്പമില്ല. ഇത് ആത്മാവാന്ന് പറഞ്ഞവർ ബോധമില്ലാതെ പോകാൻ പാടില്ല. പക്ഷെ ബോധത്തിന്റെ ഒരു വ്യാപാരം ഇല്ലെന്നുണ്ട് നടന്നോളൂ.
ഇന്ന് ഞാനൊരു കാര്യം പറയാം. എന്തൊക്കെയാ നിങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങളെ എന്താ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തെ എന്താ നശിപ്പിക്കുന്നത്? നിങ്ങളുടെ മൈൻഡിനെ എന്താ തിന്നുകൊണ്ടിരിക്കുന്നത്? അസൂയ, ജലസി, ഇതുപോലെ തിന്നുന്ന ഒരു ജന്തു. കണ്ടമാനം ബാധിച്ചിട്ടുണ്ട്. രണ്ട് കാര്യം കാണാം അതിൽ. ഒന്ന്, നിന്റെ ഭയങ്കരമായ അസൂയ. പിന്നെ ഈ വെള്ളയുടുപ്പ് ഈ കർത്തവനുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്ന ഒരു ചിന്തകളില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്താ ഒരു പ്രാസംഗനായി ചിന്തിക്കുന്നത് കാണും. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എന്താ ഗതി പിടിച്ചെന്ന് കാണും. അവർക്കൊരു കുഴപ്പം വരത്തില്ല. തലയിൽ വെച്ച് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അൾസറും ബാധിച്ചെന്ന് വരാം. ഡോക്ടറല്ല മറുപടി, നീ തന്നെയാണ്. നിനക്കൊരു മറുപടിക്കാരനുണ്ട്. അവനോട് പറയണം, എന്റെ മനസ്സത്ര ശരിയല്ല. ഇന്ന് എന്റെ കർത്താവേ, എന്റെ ഈ ബാധയോട് ഞാൻ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകാൻ കൽപ്പിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ ഏറ്റുപറയുക, എന്റെ ഈ സ്വഭാവത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന്. വിശ്വാസമുള്ള സ്വന്തം പറയണേ. മടങ്ങി വരും, മടങ്ങി വരും, ഇവിടെ വരും, എവിടെ വരും. മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നോട് ശുദ്ധീകരിക്കണം. ഒരിക്കലും ദൈവം ശുദ്ധീകരണം കൂടാതെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കൊരു ഓപ്പറേഷൻ വേണേല് അവിടെ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ചിലരോട് പറയാം ഒരാഴ്ച മുമ്പേ പറയാം, അത് പോകും സാഹചര്യം അനുസരിച്ചാണ്. ചിലരോട് പറയാം തലേന്ന് വന്നാൽ മതി. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്നതെല്ലാം ചെയ്യും. ഓപ്പറേഷന്റെ സമയം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു പിന്നെ അവർ അതിനെ ദേഹത്തെ രോമമൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മര്യാദയായിട്ട് ചുമ്മാ ഓപ്പറേഷൻ. നമ്മുടെ ജീവിതത്തിൽ ഓപ്പറേഷൻ ആവശ്യം. അതിനൊരു ഓപ്പറേഷൻ ഈ സമയം. ഞാനൊരു പഴയ ഉപദേശിയായിട്ട് ജീവിച്ചോളാം. ഞാൻ പുതിയ ഉപദേശി ആകുന്നില്ല. ഞാൻ പഴയ ഉപദേശിയായി ജീവിച്ചോളാം. പക്ഷെ എന്റെ കർത്താവ് എന്നെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യും മുമ്പ് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. അതിന് ചില നിലപാടുകളുണ്ട്, അതിന് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിന് സ്റ്റാൻഡേർഡ് ഉണ്ട്. അതെല്ലാം പൂർത്തിയാക്കുമ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള ആവശ്യമില്ലാത്തത് റിമൂവ് ചെയ്താൽ നല്ലൊരു സ്തുതി പറയാം. ഞാൻ ചില കാലം ഒരു മാനസിക രോഗാശുപത്രിയിലെ സെറ്റപ്പിൽ ഉദ്യോഗം ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട്, ഇതുവരെ മനഃശാസ്ത്രം ഒരു രോഗിയെ സൗഖ്യമായിട്ട് എനിക്കറിയത്തില്ല. എനിക്കറിയില്ല, എൻ്റെ അറിവില്ല. മനഃശാസ്ത്രം ഇതാ സൗഖ്യമാക്കുന്ന ഒരാളെ എനിക്കറിയാം, യേശു. ഇന്ത്യയിലെ നിയമം അനുസരിച്ചു, ലോകത്തെ എവിടുത്തെ നിയമം അനുസരിച്ചു ഒരു ഡോക്ടർക്ക് പറയാനൊക്കെ ഇങ്ങോട്ട് വരും ഞാൻ സൗഖ്യമാക്കുന്നു പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ് പരാജയപ്പെടുമ്പോൾ കേസ് കൊടുത്താൽ അങ്ങനെ കുഴപ്പമില്ല. എന്നാൽ നമുക്ക് ധൈര്യമുണ്ട്. ഇവിടെ ദൈവദാസന്മാരെ നമുക്ക് ധൈര്യമുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ എന്ന് പറയാൻ ശുദ്ധിയുള്ള ഒരു അഭിഷക്തന, നിറമുള്ള ഒരു അഭിഷക്തന, ഹൃദയവും വായും വചനം മാത്രം പറയുന്ന ഒരു അഭിഷക്തന, ധൈര്യമുണ്ട്. അവന് വലിയ ആളുകളാകണ്ട. അവന്റെ നാവ് അത് പറയുമ്പോൾ അതിനെ ബാക്ക് ചെയ്യുന്ന അകത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറയുന്നത് കേട്ടിട്ടാണ്. 35-ാമത്തെ വയസ്സിൽ എന്റെ വല്യപ്പന്മാർക്കും വല്യമ്മമാർക്കും എന്ന് വേണ്ട, എന്റെ കുടുംബത്തിൽ എന്റെ സഹോദരനും സഹോദരിക്ക് എന്റെ ഇളയത്തില്ല ഒരുത്തന് ചർച്ച ചെയ്ത മാസ്റ്റർ. അങ്ങേർക്ക് വരെ ഡയബറ്റീസ് ആയിരുന്നു. സ്വതം ഞാൻ പറഞ്ഞ മനസ്സിലായി. എനിക്കും പിടിച്ചു. ആദ്യമൊക്കെ ഇത് വരുമ്പോൾ നമുക്കൊക്കെ ഒരു വലിയ ഓർമ്മ. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ ഇത് തിന്നുണ്ടെങ്കിൽ എത്ര പേര് എനിക്ക് കൂടാം. എനിക്ക് അത്രയും പോലും വന്നില്ല. ഞാൻ കർത്താവുമായുള്ള ബന്ധത്തിൽ ശുദ്ധീകരണമാണ് പറയുന്നത്, വിട്ടുപോകരുത്. കർത്താവുമായുള്ള ബന്ധത്തിൽ രോഗികൾക്ക് പ്രാർത്ഥിക്കും, അനേകർക്ക് പരിശുദ്ധാത്മാവ് പ്രാപിക്കും. പല രാജ്യങ്ങളിൽ അറിവനുസരിച്ച് വലിയറിവില്ല ഉച്ചമനുസരിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഞാനും എൻ്റെ ഭാര്യയെ ഒന്നിച്ച് സഞ്ചരിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം അമേരിക്കയിലെ ടൽസ, ഓക്ലഹോമയിലെ ടൽസ എന്ന് പറയുന്ന സ്ഥലത്ത് ബിൽ ഗേറ്റർ ഗാഥർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ബാപ്റ്റിസ്റ്റ് പ്രീച്ചർ. ബാപ്റ്റിസ്റ്റ് പ്രീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ബാപ്റ്റിസ്റ്റ് പ്രീച്ചർ എനിക്ക് ഈ ഭാഷ എന്താ ചെയ്യാൻ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് കണ്ടാൽ പോയത്. അങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് യൂത്ത് കോൺഫ്ലിക്റ്റ് എന്ന വിഷയം. എനിക്ക് പിള്ളേരോട് വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഈ പിള്ളേരുടെ ഒത്തിരി കൗൺസിലിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ യൂത്ത് കോൺഫ്ലിക്റ്റ് പഠിക്കാൻ ചെന്നപ്പോൾ
അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇരിക്കുന്നവരോട് ഒരു കാര്യം പറയാം. കർത്താവിന്റെ വചനവും സ്തോത്രം ഈ തിരുവെഴുത്തിലും നിങ്ങളുടെ ശരീരത്തിന്റെ ഹോർമോൺ പാരലൈനിലാ സഞ്ചരിക്കുന്നെങ്കിൽ, സമാന്തരമായിട്ടാ പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ രോഗിയാകാൻ സാധ്യതയില്ല. അപ്പൊ എത്രയോ പേരവിടെ പെട്ടെന്ന് പിടിക്കുന്ന ചിലർക്ക് മനസ്സിലായി പോകും അവരുടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള പേടിക്ക്. എൻ്റെ അപ്പനോടും എൻ്റെ അമ്മയോടും ഒരു വലിയ തെറ്റ് നിങ്ങൾ സഭാബന്ധത്തിൽ ചെയ്ത തൊഴിലുറപ്പങ്ങളൊന്നും അല്ല, വേറൊരു കാര്യം. അങ്ങനെ ഒരു കാര്യം ചെയ്ത ആളോട് എനിക്ക് ഭയങ്കര വൈരാഗ്യം വരും. ഈ മനുഷ്യനെ എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര എന്നാ ചെയ്യുക എന്നാ ചെയ്യണം. പക്ഷെ എൻ്റെ മനസ്സിൽ എൻ്റെ ആളുകൾ മനസ്സിൽ എനിക്കറിയത്തില്ല, ഞാൻ ഉണ്ടായിരുന്നു. അത് നിർത്തി നല്ലൊരു സ്തോത്രം പറഞ്ഞു. അപ്പൊ ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗം എനിക്ക് വന്നതിന്റെ കാരണം ഞാൻ ദൈവവചനം ആ പാരലൈൻ പോകേണ്ട വചനത്തെ ഞാൻ ലംഘിച്ചപ്പോൾ എന്റെ ശരീരത്തിലെ ഹോർമോൺ വചനവുമായി കൊളൈഡ് കൂട്ടിയിടിച്ചു. ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ രോഗിയായതാണ് അദ്ദേഹം പഠിപ്പിച്ചത്. നിങ്ങൾ വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞു, എനിക്കത് വിശ്വാസം, എനിക്കത് വിശ്വാസം, എനിക്ക് വചനം വിശ്വാസം. വചനത്തെക്കാൾ അധികമായി ഞാൻ ഒന്നിനെയും കർത്താവ് കഴിഞ്ഞാൽ പിന്നെ സ്നേഹിക്കുന്നു. ഈ വചന വിശ്വാസമായ കാര്യം കണ്ടെത്താൻ അമേരിക്കയിൽ ഇരിക്കുന്നത് ഞാൻ സൗണ്ടിന്റെ കൈ പിടിച്ചു പറഞ്ഞു, ഇന്നാല് ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് അറിയാവുന്നതാണ്. ഇന്നാല് ഡാഡിയോടും മമ്മിയോടും കാണിച്ചതിന്റെ വൈരാഗ്യം എന്റെ മനസ്സിൽ കഴിയത്തില്ല. ആ വൈരാഗ്യം ഇരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഡയബറ്റീസ് ഇങ്ങനെ നിൽക്കുന്നത്. 3 വർഷമായിട്ട് ആകും ഇത് പോകാത്തത്. അതുകൊണ്ട് ഇനി ഞാൻ ഇന്ത്യയിൽ ചെല്ലുമ്പോൾ ആദ്യം അച്ഛനെ കണ്ട് പറയും, എന്നോടും എൻ്റെ അപ്പനോടും അമ്മയോടൊക്കെ അച്ഛൻ അഡ്മിറ്റ് ചെയ്ത്, പക്ഷെ ഞാൻ ക്ഷമ പറയും. കാരണം എനിക്ക് മനസ്സിലായി എൻ്റെ വൈരാഗ്യമായിരുന്നു കുഴപ്പമാണ്. ഞാൻ ലോകത്തിൽ പറയുന്ന മറ്റുള്ളവർക്ക് പരാതിയുണ്ട്, എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ അറിയത്തുള്ളൂ, എന്നെ ഇങ്ങനെ ശൗചിച്ചട്ട് എണീച്ചാൽ ഞാൻ പറ്റില്ല, എനിക്കത് ചേരത്തില്ല, വാള് കൊണ്ടുവന്നില്ല, പരിചയവുമില്ല. ഒരു സ്വതം നിങ്ങൾ പറഞ്ഞില്ലേ, എന്നെ വിളിച്ചില്ല, ഒരു സ്വതം എന്നെ മാനത്തിന് വേണ്ടി നിന്ന് പോകണം. അപ്പൊ ഈ വൈരാഗ്യമെല്ലാം ഞാൻ അവിടെ വന്നപ്പോൾ ഒരു ദിവസം ഒരു സ്ഥലത്ത് വെച്ച് അതുകൂടെ പറഞ്ഞു എന്നോട് പിടിച്ചെടുക്കും. ഒരു സ്ഥലത്ത് വെച്ച് അച്ചായ നമ്മുടെ അച്ചായ കുട്ടിക്കറിഞ്ഞ അച്ചായ എനിക്ക് അച്ഛനെ ഒത്തിരി അയച്ചു, നിങ്ങളിൽ നമ്മൾ പറയട്ടെ. ആ അച്ഛൻ എൻ്റെ പപ്പായുമായുള്ള ബന്ധം അത്ര ആയതുകൊണ്ട് ഞാൻ ഒരു മോനെ പോലെ പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാം, ഞാൻ തെറ്റും അവർക്കറിയത്തില്ലേ, അവരോട് പറയട്ടെ. ഞാൻ പറഞ്ഞു, ഇനി ഒരിക്കലും അത് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കത്തില്ല. എനിക്കൊരു രോഗമുണ്ട്, ആ രോഗം പോകണമെങ്കിൽ ഞാൻ ക്ഷമിച്ചു വിളിച്ചു. എനിക്കെൻ്റെ ആത്മാവിന് മനസ്സിലായി. ഇവിടെ വന്ന് ഇവിടുത്തെ ചായ ഞാൻ കുടിച്ചില്ല, ഞാൻ ഇവിടുത്തെ ചായ കുടിച്ചില്ല. ഞാനിവിടെ അടുത്തൊരു ചെറിയ നമുക്ക് വെള്ളം ചെന്നില്ല, നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ വയലിൽ ഓലമേഞ്ഞ വരയ്ക്കകത്ത് ജനിച്ചൊരു പയ്യനാണ് ഞാൻ, ഇപ്പോഴൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവിടെ പോയി ചായ കുടിച്ചു. അവർ ചോദിച്ചു ഷുഗർ, ഞാൻ ധാരാളം കാര്യം പ്രസംഗിക്കാനുള്ള ശക്തി വേണ്ടി. എന്താ സംഭവിച്ചത്? ഞാൻ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചു. ഞാൻ ഒരാൾക്ക് ക്ഷമ കൊടുത്തു, ഒരാളുടെ വൈരാഗ്യം വിട്ടു, ഒരാളുടെ കുശുമ്പ് വിട്ടു, ഒരാളുടെ മനോഭാവത്തിൽ അവൻ എന്തിങ്ങോട്ട് ചെയ്താലും അങ്ങോട്ട് പ്രതികാരമില്ല. അന്ന് മുതൽ എനിക്ക് ഹീലിംഗ് ഉണ്ടാകാൻ തുടങ്ങി. എന്റെ ഡയബറ്റീസ് ഹീലായെങ്കിൽ എന്റെ അസ്ഥികളുടെ വേദന വിട്ടുപോയ രഹസ്യം എന്താ? നടുവിന്റെ കുഴപ്പം മാറിയത് എങ്ങനെയാ? ഞാനും വിശുദ്ധനായതുകൊണ്ടല്ല, അവന്റെ വചനം എന്റെ ഹൃദയത്തിലും എന്റെ വായിലും എന്റെ ജീവിതത്തിലും വന്നപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന രഹസ്യം നമ്മുടെ ഹൃദയ മനോഭാവങ്ങളാണ്. അപ്പോൾ പാപം പുറത്തു പോകണം. പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർക്ക് പാപമുണ്ടോ അതൊക്കെ തെളിയിക്കാനുള്ള സമയമില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ? ഹലോ, ഇതുപോലെ കാലം നമ്മുടെ ജീവിതത്തിലെ കയറിപ്പറ്റുന്ന പലതിനെയും ഇങ്ങനെയുള്ളതിനെ പുറത്തിട്ടിട്ട് നമ്മൾ മടങ്ങി വരാൻ തയ്യാറായാൽ ദൈവത്തിന്റെ മഹത്വം നമ്മൾ തുറണ്ട, നമ്മൾ കണ്ടാൽ മതി, നമ്മൾ ഫോണിൽ പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കളെ, ദേവാസന്മാരോട് തന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ സ്റ്റേജിലെത്തിയാലുണ്ടല്ലോ, ദൈവം എന്ന വാക്ക് വിട്ടുകളയാതെ, വചനം എന്ന വാക്ക് വിട്ടുകളയാതെ, ആത്മാവെന്ന വാക്ക് നാവിൽ നിന്ന് പോകാതെ, അവൻ തരുന്ന ഭാഷയിൽ ഈ മെറ്റീരിയൽ വേർഡുമായിട്ടുള്ള സംസർഗം മാത്രം പോരാ, ആ സ്വർഗീയ
എന്റെ മേൽ പകരാൻ തുടങ്ങുന്നത്. ഇത് ഭൂതം ബാധിച്ച ഒരാളെ കണ്ടാൽ മുമ്പേ പറഞ്ഞാൽ ഞാൻ ഓടത്തില്ല, എനിക്ക് ഓടേണ്ട ആവശ്യമില്ല, ഞാൻ പുറകോട്ട് മാറത്തില്ല. എനിക്കറിയാം എന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് എന്തിനാ പകർന്നത്? അവന്റെ സാക്ഷിയാകാനാ. നാവ് കൊണ്ടതാകാം, പ്രവർത്തി കൊണ്ടതാകാം, എന്റെ ജീവിതം തെളിയിക്കാം. അങ്ങനെ പറഞ്ഞു പോയാൽ ഇത് തീരത്തില്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം വായിച്ച വാക്യം ഞാൻ സമയത്ത് ഒന്നും പേടിക്കണ്ട. രണ്ടാമത്തെ പ്രാവശ്യം വായിച്ച ശവക്കുഴികളിൽ നിന്ന്, അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ഇത് ഈ ശവക്കുഴിയിൽ കിടക്കുന്ന ഇത് ആ പുസ്തകത്തിന്റെ ആ അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോ 37 യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പൊ ശവക്കുഴി എന്ന് പറയുമ്പോൾ ഏതോ കുഴിയിൽ മൂടി വെച്ചിരുന്ന ധാരണയുള്ളവർ കാണും. പക്ഷെ ഇപ്പൊ ഇതെല്ലാം അസ്ഥികളായിട്ടാണ്. ഈ മൗനത എന്നില്ലേ, അസ്ഥിയെ കൂട്ടിയിടിക്കുമ്പോൾ മാത്രമേ അതൊരു മർമ്മമാണ്. ഈ അസ്ഥികളാകുമ്പോൾ കൂട്ടിയിടിച്ചോളെ വലിയ ശബ്ദമോ വലിയ ബഹളമോ, അത് എവിടെ ആയാലും പിന്നെ ബഹളമോ, അത് ഞാനായാലും നിങ്ങളായാലും ബഹളമോ, വീട്ടിലായാലും ബഹളമോ, പിള്ളേരായാലും ബഹളമോ, അത് സഭയിലായാലും ബഹളം, പിന്നെ വേറെ പറയാനൊക്കെ തെളിഞ്ഞാൽ നിൽക്കുന്ന കാര്യങ്ങളുണ്ട്, അതൊന്നും പറയത്തില്ല. എവിടെ ആയാലും അസ്ഥി കൂട്ടിയിടിച്ചു പോയി ഉണങ്ങിയ അസ്ഥിയാണോ ശബ്ദം? സഹോദരിമാരെ, ഭർത്താക്കന്മാരെ, നാം എല്ലാവരും അറിയണം, നമ്മുടെ വീട്ടിലെ കലഹത്തിന്റെ രഹസ്യം ദൈവമാക്കിയ സ്ഥാനത്ത് നിന്ന് നമ്മൾ വ്യതിചലിച്ച പാപത്തിന്റെ പരിണത ഫലമായി പ്രവാസത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ പ്രവാസത്തിൽ കിടന്ന് സംഭവിച്ചതിന്റെ ഒരു സാദൃശ്യ ദൃശ്യം ഇന്ന് വെളിപ്പെടുത്തിയിട്ട് പരിശുദ്ധാത്മാവ് പറയുക, എത്ര ഉണങ്ങിയ അസ്ഥിയായാലും നിന്റെ മഹത്വത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ എന്റെ ആത്മാവ് പ്രവർത്തിച്ചാൽ മതി. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ചിതറിയ അസ്ഥിയുള്ള കുടുംബങ്ങൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഏത് പ്രസ്ഥാനത്തിന്റെ ഒന്നും പറയത്തില്ല. ഞാൻ 3 ദിവസം മുമ്പ് ഒരു പാസ്റ്റർ ഭാര്യ വന്ന് എന്നോട് പറഞ്ഞു, ഇനി ഞാൻ ആ പുഴയുടെ കൂടില്ലെന്ന്. ഏതാണെന്ന് ഞാനിപ്പോ പറയത്തില്ല. ഞാൻ അയാളുടെ കൂടെ ഇത് 3 മാസം ആയ പുള്ളിക്കാരി ഇത് കരുതി കൂട്ടി. ചൂടൻ എൻക്വയറി 3 വർഷമായി അസ്ഥി ഉണങ്ങിയതാണ്. ഞാനിങ്ങനെ ചൊടിയാട്ടാണെങ്കിലും ഞാനും എന്റെ ഭാര്യ ഉണങ്ങിയിരിക്കാമെന്ന് അങ്ങനെ ദൈവത്തിന്റെ കുറവുകൊണ്ട് അങ്ങനല്ല. ഞാൻ ദൈവത്തെ മൂല്യമാ വെച്ചിരിക്കുന്നതിന് കാര്യമുണ്ട്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ നിവർത്തിയുണ്ടെങ്കിൽ എന്റെ ഭാര്യ സഹോദരി സമാജത്തിന്റെ പ്രാർത്ഥനയുണ്ട്. ചിലപ്പോൾ എഴുന്നേക്കാൻ വയ്യ, വാ തുറന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ലോകത്തിന് മേൽ കവിട്ട് പ്രാർത്ഥിച്ച് സൗഖ്യം വരുമ്പോൾ വേറെ ഓർമ്മ വരിക. ഞാൻ ഈ അവളോട് പറഞ്ഞു, എന്തുകൊണ്ട് വാക്യത്തിന് എന്നേക്കാൾ അവളെ വായിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് കാര്യം പറയുന്നു, ദൈവത്തിന് ഉണങ്ങിയ അസ്ഥികൾ നിങ്ങളിലും നിങ്ങളുടെ വീട്ടിലുമുണ്ടെന്ന് ഇന്നൊരു മാറ്റം വരുത്താൻ ആഗ്രഹമുണ്ട്. നാം ഒന്ന് മടങ്ങി വരാമോ? പണ്ടത്തെ പോലെ ഒരു കാലം എനിക്ക് മടക്കി തരണമെന്ന് നിലവിളിച്ചുകൊണ്ട് പറയാൻ തയ്യാറാകാൻ നമ്മുടെ മക്കൾ മടങ്ങി വരും, നമ്മുടെ ഭാര്യമാർ മടങ്ങി വരും. കൂടെ താമസിച്ചാലും ഒന്നിച്ച ആ യൂണിറ്റിയാണ് ഗ്ലോറിയെ റീഗെയിൻ ചെയ്യാനുള്ള പ്രധാന ഘടകം. ഞാനിപ്പോ കൗൺസിലിന്റെ പ്രസിഡന്റ്, ഈ പ്രസിഡന്റ് ആയിരിക്കുന്ന ഞാൻ ഇവിടെ ഇരിക്കുന്ന എഡിസൺ പാസ്റ്ററുമായിട്ട് ഐക്യതയല്ലെങ്കിൽ ഞങ്ങൾ എത്ര കുറെ നേരം കൈയടിപ്പിക്കാൻ കൂടില്ല. ഞാനും അദ്ദേഹം ഒറ്റ കൈയായിട്ട് എന്തെങ്കിലും പ്രശ്നമില്ലാത്ത ധൈര്യമായിട്ട്. എന്നെ കുറിച്ച് പറഞ്ഞാൽ എനിക്കൊരു പ്രത്യേക ഗുണം എന്റെ ദൈവം തന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആരെയും ഞാൻ വെളി നിർത്തത്തില്ല, എല്ലാവരെയും ഒരുപോലെ കരുതാനുള്ളൊരു ഭാഗ്യം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. ഒരാളെന്നെ ചോദിച്ചു വെച്ചാൽ ഇതുമല്ല ഞാൻ നടക്കുന്നത്, ഞാൻ 1 വർഷം പോലെ കർത്താവിനെ ഏൽപ്പിച്ച് ഞാൻ മുന്നോട്ട് പോകണം. എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ സഭകളിൽ ഉണങ്ങിയ അസ്ഥികൾ ഉണ്ടെങ്കിൽ ദേവദാസന്മാരെ, ഇന്ന് നമ്മൾ മടങ്ങി വരേണ്ട കാര്യമുണ്ട്. അവിടെ 4-ാം വാക്യത്തിൽ പറയുന്നു, ഈ അസ്ഥികളോട് വചനം പ്രവചിക്കുക. വലിയ മുഴക്കത്തോടുകൂടെ അസ്ഥികൾ യോജിക്കാൻ തുടങ്ങും. എൽബോ തിരുവനന്തപുരത്താണെങ്കിൽ ഹല്ലേലൂയ, ഇതെവിടെ ഈ സ്ഥലപ്പേര് നിങ്ങൾ മറന്നുപോയി, എറണാകുളം നിങ്ങൾ പറഞ്ഞോട്ടെ. എറണാകുളത്ത് മറ്റേതിന്റെ അസ്ഥിയാണെങ്കിൽ ചാടി തുള്ളി എൽബോയും ഷോൾഡറും എല്ലാം ചാടി കയറി വരിക. എവിടെ കിടക്കട്ടെ
ദൈവജനം കേട്ടോ, മടങ്ങി വരാൻ നീ തയ്യാറാണെങ്കിൽ ആ ഗ്രേവിൽ നിന്ന് നിന്റെ കുടുംബിനെ, നിന്റെ ഭർത്താവിനെ, നിന്റെ മകനെ, നിന്റെ വസ്തുവകളെ മടക്കി ഗ്യാദർ ചെയ്ത നിന്റെ അടുക്കൽ യെരൂശലേമേ. ഞാൻ പറഞ്ഞല്ലോ 74 വയസ്സായിട്ട് ഓടാനും തുള്ളാനും എനിക്ക് കുറച്ച് ഡാൻസ് ചെയ്ത് പാടി ആരാധിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ വിചാരിക്കും നമ്മുടെ പ്രസിഡന്റ് തുള്ളുന്നതൊക്കെ ചിന്തിക്കുന്നു. അല്പനേരം ഞാൻ ദൈവത്തോട് പറഞ്ഞു, അതങ്ങ് നിർത്തി. പിന്നെ ചെറിയ കാലം ഞാനൊക്കെ പറയാം. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ജീവനുള്ളതാണ് അനങ്ങം. വെടിക്കെട്ട് കേട്ടോണ്ട് ഇങ്ങനെ വന്നു നിങ്ങളുടെ അനക്കൊന്നും വെക്കത്തില്ല. ഞാൻ പറഞ്ഞ മമ്മ മനസ്സിലാവും. വലിയ മുഴക്കോ അങ്ങനൊന്നും വരത്തില്ലതോ. ദൈവവചനം ജീവിക്കണം, ദൈവവചനം ഭക്ഷിക്കണം, ദൈവവചനം നടക്കണം, ദൈവവചനം പറയണം, ദൈവവചനമായിരിക്കണം. ഞാൻ അകത്തോട്ട് കയറ്റി ഒന്നുമില്ലാതെ വരും വരെ, ഞാൻ മരിച്ച ഞാൻ ഒന്നുമില്ലാതെയായി ആ വചനം എന്നിൽ ആകും വരെ ഞാൻ നടന്നാൽ എന്റെ വീട്ടിൽ ഇനി സത്യസ്ത്രീകൾ ജീവിക്കാൻ തുടങ്ങും. ശരിയാണ്. ഇന്നലെ പലകാലം സ്വർഗത്തിലെ ദൈവം പറയുക, നിങ്ങളുടെ വീട്ടിലെ ഗ്രേവിയാടുകൾ അതിൽ നിന്ന് ചില പുത്തൻ അനുഭവത്തോടുകൂടി ചിതറിപ്പോയ കുടുംബാംഗങ്ങൾ, ചിതറിപ്പോയ മക്കൾ, ചിതറിപ്പോയ സകലതും ഇന്ന് ദൈവം പറയുക, വചനത്തിലേക്ക് മടങ്ങിവ. ഗ്ലോറി വിൽ കം ബാക്ക്. ഫോർവേഡ് ഗ്ലോറി എങ്ങനെയായിരുന്നു? അവരുടെ കയ്യിലൊന്നും ഉൽപ്പത്തി അല്ലെ, അവരുടെ കയ്യിലൊന്നും മാതായും മർക്കോസും എഴുതി കൈവച്ചിട്ടില്ലായിരുന്നു. പക്ഷെ കേട്ട വചനം അവർ വിശ്വസിച്ചു. കേട്ട വചനം അവർ വിശ്വസിച്ചു. നമുക്ക് കേട്ടിട്ടും വിശ്വാസമല്ല, എഴുതി കേട്ടിട്ടും വിശ്വാസമല്ല. നമുക്ക് ദൈവം നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങൾ കാണിച്ചിട്ടും പിന്നെ നമുക്ക് സംശയമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക, സൗഖ്യം വേണ്ടവരുടെ വചനം മാത്രം മതി. ആ വചനം അയച്ചു നിങ്ങളെ സൗഖ്യമാക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറഞ്ഞ വചനം വിശ്വസിക്കണമെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ നിസ്സാരമാണ്. പക്ഷെ നിസ്സാരമല്ല. ആ വിശ്വാസം വരണമെങ്കിൽ വചനം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ആ വചനം മാത്രമേ എനിക്ക് വിശ്വാസമായി തീരുള്ളൂ. എബ്രായലേഖനത്തിൽ പറയുന്നുണ്ട്, കേട്ട വചനം വിശ്വാസമായി പരിണമിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ it mixed with faith. നിങ്ങൾ വായിക്കുന്ന വചനം, കേൾക്കുന്ന വചനം ഉടനെ തന്നെ വിശ്വാസം ഫിക്സ് ചെയ്യും. എന്നാൽ അത് പ്രയോജനമാകുന്നത് എബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അതിപ്പോ മറിയയുടെ അതെങ്ങനെ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പറയുക, സംഭവിക്കും. ഞാൻ വെറുതെ പറയുക, സംഭവിക്കും. ആമേൻ പറഞ്ഞു. നിങ്ങൾക്ക് അസാധ്യമെന്ന് കരുതി ഒരു പുരുഷനെ കണ്ടിട്ടില്ലാത്ത മറിയോട്, ഒരു കന്യകയായ ഒരു സ്ത്രീയോട് ദൂതൻ എന്ന് പറഞ്ഞിട്ട് വിശ്വാസമില്ല. ഇന്ന് ഞാനൊരു ദൂതനാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല. ഞാനൊരു ദൂതൻ തന്നെ, ഒരു പാസ്റ്റർ, ഒരു വചനം ശുശ്രൂഷിക്കണം എന്ന ചില അത്ഭുതങ്ങളുണ്ട്. ആര് കർത്താവിൻ്റെ വചനം രക്ഷിക്കപ്പെട്ട് ദൈവവചനത്തിൽ നിന്നും സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ വേർപാടിലും വിശുദ്ധിയിലും ജീവിക്കുന്ന ഒരു ദൈവവൈതൽ വിശ്വാസം വചനവും അപ്ലൈ ചെയ്താൽ നിന്റെ വിവാഹം കഴിക്കാത്ത കുഞ്ഞിന്റെ വിവാഹം ഈ ആഴ്ചയിൽ ആളുകളും ഞാൻ പ്രവചിച്ചതല്ല. അതെല്ലാം അടിസ്ഥാനപ്പെടേണ്ടത് നമ്മുടെ മണ്ണിനെ മിക്സ് ചെയ്യണം. എനിക്ക് വചനം അതുപോലെ വിശ്വാസമാണ്. ഇത് തെറ്റുകളൊന്നും നമുക്കറിയാം. ഇന്ത്യൻ സുരക്ഷ ഞാൻ പോലും വായിക്കുന്നത് അത് 2000 തെറ്റുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. ഞാൻ എണ്ണി നോക്കിയിട്ട് ചിലപ്പോൾ കാണും, അക്ഷര തെറ്റ് കാണും, ഗ്രാമർ സ്ട്രക്ചർ തെറ്റ് കാണും, അത് ഭാഷയനുസരിച്ചുള്ള മാറ്റങ്ങൾ കാണും. ഓരോ ഭാഷയും ഓരോ രീതിയിലാണ് സ്ട്രക്ചർ. എന്നാൽ ഇന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്നോട് നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 22-ാം വാക്യമാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം യാചിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് വിശ്വസിച്ച് അത് നിങ്ങൾക്ക് ഉണ്ടാകും. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. എന്റെ ജീവിതത്തിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഈ മാരക രോഗം എന്ന് പറയാൻ ഒരാളെ പോലെ ഈ രോഗം മാരകമാണ്. എല്ലാ അവയവങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രോഗം എന്നെ വിട്ടുപോയത് ഒറ്റ വടിയാണ്. ലഭിച്ചു എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. ഞാൻ ദൈവജനവുമായി ഒന്നിച്ചു പോകുമ്പോൾ, പാരലായി പോകുമ്പോൾ എനിക്ക്
വിളിച്ചു. പക്ഷെ നോക്കിയാലില്ല, അബ്രഹാമിനെ അത് ഞാൻ നിനക്ക് തന്നിരിക്കണം പറഞ്ഞു. ഞാൻ അബ്രഹാമിന് പക്ഷെ കുറച്ചാളായപ്പോൾ മതത്തിൽ വിലയിരുത്തുന്നത് സ്തോത്രം വേറൊരു പാർട്ടിയെപ്പോഴും കൂടിയെങ്കിലും ഒരെണ്ണം ഉണ്ടാവുമെന്ന് അതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളത്ര വിശ്വാസികളായാലും ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ നമ്മുടെ സൗഖ്യത്തെയും നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കും. എനിക്കറിയാം, ഈ പ്രസംഗം ഒന്നും നിങ്ങൾ ആരും ഇങ്ങനെ കേട്ടിട്ടില്ലാത്തതാണ്. ഞാനും ഇതുവരെയൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്നോട് ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുക, എന്റെ ജനത്തെ വിശ്വാസത്തിൽ ആത്മാവിന്റെ നിറവിൽ ശക്തിപ്പെടുത്തണം. നമുക്ക് അതാ വേണ്ടത്. വിശ്വാസം ഞാൻ പറഞ്ഞ വചനമാണ്. എന്റെ വിശ്വാസം എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം. നിങ്ങളുടെ വിശ്വാസം അതായിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്ത് ആരും കൊണ്ട് പ്രാർത്ഥിക്കണ്ട. പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത് നിന്റെ ഹൃദയം അറിഞ്ഞ്, നിന്റെ മെസ്സേജ് അറിഞ്ഞ്, നിന്റെ ദുഃഖം അറിഞ്ഞ്, നിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രാർത്ഥന കുറഞ്ഞു പോയതോ കൂടിയതോ അല്ല. ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞാൻ തന്നെ ചെയ്തുവെന്ന ഒരവസരം ഉണ്ടാകുമാറാ. നീ ആ മണ്ഡലത്തിൽ കയറിയാൽ ആ കൈയടിക്കുന്നവരോട് ഞാൻ പറയുക, നിങ്ങളുടെ കൈയടിക്കുന്ന മറുപടി വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ കവാടം. രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് forgiveness. ഞാൻ കുറച്ച് പയ്യനായിരുന്നപ്പോൾ ഇതുപോലെ വിശുദ്ധ വരുമ്പോൾ എനിക്ക് അങ്ങനെ നിർബന്ധമുണ്ട്. ആ സമയത്ത് എല്ലാവരും എഴുതുന്നു പറയാം. ഇയാളുടെ പഴയ സ്വന്തം ഈ വിശുദ്ധ മേശയിൽ സംബന്ധിക്കാൻ എനിക്ക് ദൈവത്തോടും നിങ്ങളാരും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ നമ്മളിങ്ങനെ കറച്ചു പഠിച്ചാൽ ഭർത്താവ് ഇത് പറയാതെ കിട്ടത്തില്ല, കിട്ടിയില്ല കല്ലിട്ട് എന്താണെന്ന് എടുക്കാനില്ല കൊണ്ട് കറച്ചു പഠിച്ച് ദൈവമേ വന്ന് ചെയ്തതെന്ന് പറഞ്ഞ് കമ്പിളി അത്രയും ഗുണമെന്നുള്ളതിൻ്റെ അതേ കാര്യമാണ്. എന്നാൽ നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്തല്ല, വല്ല വീട്ടു പഠിച്ചായിരിക്കും, അല്ലെ വല്ലൊരു സമയമുണ്ടല്ലോ, അങ്ങനെയൊക്കെ പിള്ളേരില്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു കാര്യം എന്ന് പറയുക, സ്തോത്രം, അത് ഉണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞ് ചെന്നേറ്റെന്ന് പറയും. എനിക്കും മനുഷ്യനോടും ദൈവത്തോടും കുറ്റമറ്റ മനസാക്ഷിയുണ്ടെന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പറഞ്ഞ് 26 മണിക്കൂറും ഇന്നും ആരോഗ്യത്തോടും ഈ അപ്പം ഈ മീനും അപ്പവും എന്നാൽ എന്നെ ഭക്ഷിക്കുന്നതിന് മൂലം ജീവിക്കുന്ന തിരുവെടുത്തവരുടെ ഒരു സത്യം അതിൽ തന്നല്ല ഈ എഴുതിയിരിക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ യാഥാർത്ഥ്യം എത്ര പേര് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്. ഈ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുക, ദൈവദാസന്മാർ, ഞാൻ പിന്നീടേക്കും ഞാൻ ആരുമായിക്കൊള്ളട്ടെ, എന്റെ ഹൃദയത്തിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ദൈവദാസന്മാരോടോ ഇവിടെ ഇല്ലാത്ത ദൈവദാസന്മാരോടോ പകവെച്ചുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ വന്ന് ഈ തിരുവത്താഴത്തിൽ പങ്കുചേരുന്നെങ്കിൽ, കഴിഞ്ഞ ആഴ്ച എടുത്തെങ്കിൽ അതിന് തക്കവണ്ണം ഒരു മറുപടി എനിക്ക് കിട്ടും. ആമേൻ പറയാത്ത നമ്മളെ വിശുദ്ധിയുടെ കാര്യം പറയണ്ടേ സാറേ, വചനത്തിന്റെ കാര്യം പറയണ്ടേ. നമ്മളെ കിട്ടുമ്പോൾ എടുത്താൽ പോരാ, നമ്മളെ ഒന്ന് ക്രമീകരിച്ചിട്ട് ആരും പുറകോട്ട് നീങ്ങണം. ഞാനത് ഓർക്കുന്നുണ്ട്, ഈ പുറകോട്ട് നീങ്ങാൻ കുറച്ച് പേര്. ഞാൻ എല്ലാവരുടെയും പറയാം, അങ്ങനെ വ്യവസ്ഥയില്ല. നിങ്ങളുടെ കുറ്റങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ തിരുമേശയോട് അടുത്ത് വരാം. ഇന്ന് ഈ മേശയിൽ പങ്കുചേരുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും അന്നത്തെ സാക്ഷ്യത്തിന്റെ കാര്യം പറയാൻ മതി. അപ്പോൾ ചെറിയ സാക്ഷ്യം ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എന്നോട് വല്ലതുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് യോജിക്കലല്ല. ഉടനെ എൻ്റെ അപ്പം പറയും, ഉള്ളിൽ ടീച്ചറായിരുന്നു. അങ്ങനല്ല സഹോദരി, നിന്റെ കയ്യിൽ നിന്നുള്ള തെറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദനമാണെങ്കിൽ അതെന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ തരാമെന്ന് പറയും. ഇത് ബാങ്കിലും ആമ്പിള്ളാരും മാത്രമുള്ള വീട്ടിലും ബാങ്കിൽ പോകുമ്പോൾ ആരോടൊന്നും വിടത്തില്ല. ഞാൻ ഞങ്ങൾ കണ്ടുപിടിക്കണം ചില കഴിയേണ്ടത് ഞാൻ കഴിഞ്ഞത് എൻ്റെ അവിടെ ഇയാളൊന്നുമില്ല, ഇയാളെ എനിക്ക് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് നേരത്തെ. ഇന്നൊരു കാര്യമാണ്, ആമ്പിള്ളാർ മാത്രമുള്ള വീട്ടിലെ അമ്മയോ മരിക്കുമ്പോൾ അവിടെ നിലവിളി കേൾക്കുന്നില്ല, മിണ്ടത്തില്ല. പിന്നെ വൈരാഗ്യമുള്ള മരുമക്കളുണ്ട്, അവരോട് അയ്യോ എൻ്റെ കൂട്ടുപോയേ, എനിക്ക് ആരുമില്ലേ എന്ന് പറയും. 2 സ്ഥലത്തേ ഉള്ളൂ നിശബ്ദത, ശ്മശാനവും ബാങ്കിലോട്ട് കാശ്. എന്നെ ഇവിടെ വിളിച്ചത് നിങ്ങൾ ദുഃഖിക്കണ്ട. ഒരു പക്ഷേ വൈരാഗ്യത്തോടെ ആരോടെയും മനസ്സിൽ വെച്ചിരിക്കുന്ന
വിട്ട് ക്ഷമ. അവർക്കറിയത്തില്ല, അവരോട് ക്ഷമ ചോദിക്കേണ്ട. അറിയാവുന്ന കാര്യമാണെങ്കിൽ അത് ചോദിച്ച് പറഞ്ഞ് ക്രമപ്പെട്ട് ഇതിന് പോയാൽ ഇതിന്റെ നന്മ നമ്മൾ അനുഭവിക്കും. ഇതുപോലെ നിന്റെ ശരീരം നന്മ അറിയും, ഇതുപോലെ നിന്റെ ജീവന്റെ നന്മ നീ അറിയും, ഇതുപോലെ നിന്റെ മാനസിക സൗഖ്യം നിനക്കുണ്ടാകും. Forgiveness. ആരെങ്കിലും നിന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ നിങ്ങൾ പറഞ്ഞ ആ അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം എന്നുള്ളത് പറയുന്നത് കാണുമല്ലോ. ആ ഭാഗം നമ്മളാരും ചെയ്തില്ല. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളാരും വിടത്തില്ല. കാര്യം എനിക്ക് എന്റെ വൈരാഗ്യം തിരിക്കുക. ചിലപ്പോൾ ഭാര്യയോടായിരിക്കും, ചില പിള്ളേരോടായിരിക്കും. എന്നാൽ ദൈവം മുമ്പാകെ ഞാൻ പറയുക, മഹത്വം മടക്കിക്കൊണ്ടുവരണം. നമ്മുടെ വീട്ടിലെ മഹത്വം മടക്കിക്കൊണ്ടുവരണം. എപ്പോഴും എന്റെ മക്കളോട് എനിക്ക് ആത്മാർത്ഥത, അവന്റെ കാര്യം മോശമായിരിക്കും. അവനെ ഓടിക്കുകയല്ല, അവന്റെ സ്നേഹത്തിൽ അവനോട് സംസാരിച്ച സത്യം മനസ്സിലാക്കുവാൻ, അവനെ സ്നേഹിക്കാൻ ഞാനും നിങ്ങളും പഠിച്ചാൽ നമ്മുടെ വീടുകൾ മഹത്വം കൊണ്ട് നിറഞ്ഞ വീടുകളായിരിക്കും. അടുത്ത വീട്ടിലുള്ളവരും പറയും, അങ്ങനെ വേണം മക്കളെ വളർത്താൻ, അങ്ങനെ വേണം കുടുംബജീവിതം. മഹത്വം മടങ്ങി വരും. എനിക്കിനി 3 മിനിറ്റുകളുണ്ട്. ഒരു ദുഃഖവുമില്ല. ആ 3ാമത്തെ മിനിറ്റിൽ ഞാൻ ഇരിക്കും. അടുത്ത പോയിന്റ് ഈസ് ട്രസ്റ്റിംഗ് ഗാഡ്. അടുത്ത പോയിന്റ്, ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. 4ാമത്, പ്രൊഡ്യൂസ് ഫ്രൂട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഫലം പുറപ്പെടുവിക്കണം. അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. നന്ദി ഉള്ളവരായിരിക്കണം. ദൈവത്തോടും മനുഷ്യരോടും ലോറി മടങ്ങി വരും, യഥാസ്ഥാനമാകും. ഏറ്റവും അവസാനത്തേത് വളരെ പ്രാധാന്യമായി ഇവിടെ ഉദ്ധരിച്ചു ചിലർ പ്രാർത്ഥിക്കുന്നവരാണ്. ലോകത്തിൽ ഏറ്റവും കുറവ് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ലെക്ചറുണ്ട്, സെമിനാറുകളുണ്ട്, സ്പെഷ്യൽ ക്ലാസ്സുകളുണ്ട്. പ്രാർത്ഥിക്കാനാണില്ല. ശരിയല്ലേ? നമ്മൾ പ്രാർത്ഥന കൂട്ടത്തിൽ വിളിച്ചാലും, ഹലോ, എൻ്റെ വീട്ടിൽ ഒത്തിരി ദൈവദാസന്മാർ പല കാര്യത്തിനും വരും. ഞാൻ ആര് വന്നാലും ഞാൻ പറയും, എനിക്ക് ചെറിയ പ്രാർത്ഥിക്കാൻ എനിക്ക് ആഗ്രഹം. അയ്യോ അച്ഛൻ, ഞാൻ കൊച്ചിനെ അവിടെ നിർത്തിച്ചാണ്, ഞാൻ പൊക്കട്ടെ. ഞാൻ വരുന്നോട് ഞാൻ പറയും, വരുമ്പോഴേ ചോദിക്കും, കുഞ്ഞുങ്ങളെ വീട്ടിൽ വിട്ടേച്ചെന്ന് പറഞ്ഞ് നോക്കിച്ചാൽ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ 5 കിലോ പ്രാർത്ഥന വീട്ടില്ല. നാളെ ഒരാൾ വരാൻ പറഞ്ഞു, ഇവിടത്തില്ല. എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കണം. എനിക്ക് വിടുതൽ വേണ്ടേ, എനിക്ക് സൗഖ്യം വേണ്ടേ, എനിക്ക് ആരോഗ്യം വേണ്ടേ. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നാൽ നിങ്ങളെ കൂടി ഞാൻ പ്രാർത്ഥിക്കുകയായിരിക്കും. എൻ്റെ വീട്ടിൽ താമസിക്കില്ല. ഇന്ന് പോൽക്കാലം നമ്മുടെ പ്രാർത്ഥിക്കാത്തവരോട് ഒരു ദൂത് എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഷാബാക്കും ഒക്കെ മീറ്റിംഗ് നടക്കുമ്പോൾ അവർ കെട്ടിയ ടെന്റിന്റെ മുമ്പിൽ തീ കത്തി നിൽക്കുന്നത് കണ്ട് ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ ഒരു കാലത്ത് പണ്ട് ഫയർ ട്രക്ക് വരുമ്പോൾ അടുത്ത് വന്നപ്പോൾ അവിടെ നിന്ന് തീയൊന്നും നാട്ടുകാർ വിളിച്ചു വരുത്തിയത്. അവർ ചോദിച്ചാൽ കാര്യം, ഞങ്ങൾ കണ്ടതാ തീ. അകത്തോട് കയറിയപ്പോൾ അതിനകത്ത് തീയ അഭിഷേകം. എൻ്റെ ഭാഷ വീഴ്ചയിൽ ആളുകളെ എഴുന്നേൽപ്പിച്ച് വിടുകയാണ്. ഏയാലും നമ്മുടെ ശാലയിലും വന്ന് അത്ഭുതം നടത്തുമ്പോൾ എനിക്ക് 7 വയസ്സുണ്ട്. ഏയാലും വരുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾക്കാരും ഞാൻ പറയുക, പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ഗ്ലോറി ഇറങ്ങി വരും. എല്ലാവരും ഒന്നിച്ചൊരു പാട്ട് പാടി നമുക്കിത് നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മഹത്വമേ മഹത്വമേ, മഹത്വന്റെ നാമത്തിന് അതിനുള്ള പ്രൈസ് കൊടുത്ത് നമ്മൾ ഒന്നിച്ചൊരു നല്ല പാട്ട് പാടി ദൈവസന്നിധിയിൽ ആരാധിച്ച് ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ വന്ന പോലല്ല, ഇന്ന് ദൈവം മഹത്വം കൊണ്ട് വേണം മടങ്ങി പോകാൻ. നാം ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അവന്റെ മഹത്വം വെളിപ്പെടുത്തക്കണം. എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നിട്ട് നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് നമ്മുടെ കഥാപങ്ങളെ ഏറ്റു പറയാം. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ആ